നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിന്റെ മറ്റൊരു അടിപൊളി വൈബ്രന്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വികാസേ, ബാക്കി തള്ളിക്കോ. ഹായ്, ഹലോ, ദിസ് ഇസ് വികാസ് കാർത്തിക്. ഒരു വെരി സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് നമ്മോടൊപ്പം ഗുരുവും ശിഷ്യയുമാണ് ഇരിക്കുന്നത്. അതെ, രാധികയുടെ ഗുരു ദിൽന. അങ്ങനെയല്ല, നൃത്തം എന്ന കലാരൂപത്തിന് പുതിയ ഭാവങ്ങളും മാനങ്ങളും നൽകിയ കലാകാരി. ഡാൻസറാണ്, പെർഫോമറാണ്, കൊറിയോഗ്രാഫറാണ്, ടീച്ചറാണ്. ദിലേച്ചി, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. ഐ ഫീൽ സോ ഹാപ്പി ടുഡേ ബിക്കോസ് ചേച്ചി ഇതുവരെ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഗുരുവായിട്ടുള്ള പേഴ്സണലി ഐ ഫീൽ സോ ഹാപ്പി. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഗുരുതുല്യായിട്ടുള്ള ചേച്ചിനെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. സോ ദിസ് ഇസ് സോ സ്പെഷ്യൽ ഫോർ മീ. സന്തോഷം. അപ്പോൾ ചേച്ചി, സാധാരണ എപ്പിസോഡ് ടോക്ക് ഓഫ് ദി ടൗൺ തുടങ്ങാറുള്ളത് രാധികയുടെ ഒരു പാട്ടോട് കൂടിയാണ്. എനിക്കിട്ടുള്ള ആദ്യത്തെ പണി അല്ല, അതൊരു ഗുരുദക്ഷിണയായിട്ട് കരുതിയാൽ അതെ അതെ, സന്തോഷം. അത് ആദ്യമായിട്ടാണ് എന്താ പറയാ, ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു ശാസ്ത്രീയമായിട്ട് അതൊരു പാടിയിട്ടില്ല. ചേച്ചിക്ക് ഒരു ഡാൻസിന് വേണ്ടി ഒന്നും പെർഫോം ചെയ്തിട്ടില്ല. ഇന്ന് അതും സാധിക്കുന്നു വിചാരിക്കണു. ഇപ്പൊ അഷ്ടമിരോഹിണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗുരുവായൂരപ്പന്റെ ഒരു സോങ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ശ്രീകൃഷ്ണ ഭക്ത കൂടിയാണല്ലോ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തോ ചെമ്മേ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തോ ചെമ്മേ. ഗുരുവായൂർ പോരും തന്നിൽ മരുവുമഖില ദുരിതഹരണ ഭഗവൻ കരുണ ശിവാനിന്ദു താമസം. കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ. കൃഷ്ണ ഞാനും വളരെയധികം ഒരു കൃഷ്ണഭക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ് അത്. ശ്രീരാഗാണോ? മഴ പെയ്യുന്ന രാഗം അല്ലേ? രാധികം മൈക്ക്. അതെ. അപ്പൊ ദിലിന്റെ ചേച്ചി, നമുക്ക് തുടങ്ങാം. അപ്പൊ ചെറുപ്പം മുതലേ ഡാൻസ് പഠിച്ചു, ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തു. ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവൽസ് ആയാലും ഡി സോൺ, ഇൻഡർ സോൺ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ എത്തി. പക്ഷെ എപ്പോഴാണ് ഇതൊരു പ്രൊഫഷനായിട്ട് തീരുമാനിച്ചത്? അതായത് ഇതിലാണ് എൻ്റെ ഭാവി, ഇതാണ് എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ ഇതാണെന്ന് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? എപ്പോഴാണ് അല്ലെങ്കിൽ ചൂസ് ചെയ്തത്? എനിക്ക് ചെറുപ്പത്തിലെ തന്നെ എനിക്കിത് തന്നെയാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നൊരു വിഷയം. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ പറയല്ലോ ഡിഗ്രി എടുക്കണം, പ്രൊഫഷണലായിട്ട് ഇപ്പോൾ അക്കാദമിക് പോകണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ BA ഭരതനാട്യം എടുക്കണം, അല്ലെങ്കിൽ RLV കോളേജിൽ പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലൊക്കെ അതൊക്കെ കുറച്ച് ഒപ്പോസ് ആയിരുന്നു. പക്ഷെ പഠിപ്പിക്കാനല്ല, ഇങ്ങനെ അക്കാദമിക്കലി പോകണം എന്നുള്ള ആഗ്രഹമല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ, എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ. പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പഠിച്ചത് ലിറ്ററേച്ചർ അല്ലേ? അത് ലിറ്ററേച്ചർ ആണ്. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നീട് സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് എനിക്ക് ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പഠിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത് മാരേജിന് ശേഷമാണ്. അപ്പം അതുവരെ പഠിക്കുന്നുണ്ട്, കോളേജിലും പഠിക്കുന്നുണ്ട്, ഡാൻസും പഠിക്കുന്നുണ്ട്, നല്ല നല്ല ഗുരുക്കന്മാരെ കീഴിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ചത് കേരളോർമയിലാണ്. കേരള കോളേജ് പിന്നെ പറയണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും കേരളോർമ പ്രൊഡക്ട്സ് ആണ്. നമുക്ക് കേരളോർമ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേക വികാരം ഒരു ഫീലാണല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ചിലപ്പോൾ കേരളോർമനെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ കുറച്ച് കരയും. മൈൻഡ് അതെ, എല്ലാ വർഷവും ഞാൻ നാട്ടിൽ പോകുമ്പോൾ കോളേജിൽ പോകും. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് കോളേജ്, കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ കേരള ഗവൺമെന്റ് പഠിച്ചിരുന്നു തന്നെ ചോദിക്കണം. കേരള ഗവൺമെന്റ് കോളേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവും.
കേരളം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കോട്ടയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ പേര് ഞാൻ പറയുന്നില്ല, പൊളിറ്റിക്സ് ഉണ്ടായില്ല. ഇല്ല, പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിപ്പോഴും ഒരു നോൺ പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ SFIയിലുള്ള ചേട്ടന്മാരായാലും KSUള്ളവരായാലും ABP എല്ലാവരും എൻ്റെ കൂട്ടുകാർ തന്നെയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് നമ്മളൊരു കലോത്സവത്തിന് കൊണ്ടുപോകണമെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും ഈ പാർട്ടി സപ്പോർട്ട് വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇന്നൊരു പാർട്ടിയിൽ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ രാഷ്ട്രീയം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ എനിക്കൊരു ഡാൻസ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറം വിട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. സോ സ്റ്റിൽ ഇന്നും നോൺ പൊളിറ്റിക്കലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ല, കേരളത്തിലും കേരള സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർ പാർട്ടിയിൽ കണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു ബയാസ് ഉണ്ടാവും. അല്ല, അത് നിർബന്ധിക്കും. നമ്മളിപ്പോ എന്നെയൊക്കെ കുറെ ഫസ്റ്റ് ഇയർ മുതലേ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് നിൽക്കാനൊക്കെ കുറെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ഫീൽഡ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിൽക്കാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ഫ്രണ്ട്സ് കുറെ നഷ്ടപ്പെടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഏത് സാഹചര്യത്തിലാണ് ഈ ഡാൻസ് തന്നെയാണ് എൻ്റെ ഫീൽഡ് എന്ന് പൂർണ്ണമായിട്ടും ഒരു ബോധ്യം വരുന്നത്? നമുക്ക് തന്നെ ഉള്ളിലൊരു വരില്ലേ, ഇതാണ് ഇനിയിപ്പോൾ വേറൊരു ലൈഫിൽ അത് വിട്ടിട്ട് എന്നുള്ളൊരു ഒരു ഇത് തീരുമാനത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? അത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കറക്റ്റായിട്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ ഇങ്ങനെ മനസ്സിലുണ്ട് അതാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു നടക്കുമോ നടക്കില്ലെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറപ്പിച്ചു ഇനി ശരിയാവില്ല, എനിക്കിത് തന്നെയാണ് എൻ്റെ ഫീൽഡ് എന്നുള്ളത്. കുച്ചിപ്പുടിയിലല്ലേ സ്പെഷ്യലൈസ് ചെയ്തത്? ഓക്കെ. അത് അപ്പം എപ്പോ ഈ ലിറ്ററേച്ചർ പഠിച്ചതിന് ശേഷമാണ് എല്ലാം ഞാൻ പഠിച്ചതിന് ശേഷമാണ്. കാരണം ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അക്കാദമിക്കലി പോകണം എന്നുള്ളത് വീട്ടിലൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെ ആയതുകൊണ്ട് എനിക്ക് നല്ല ഗുരുക്കന്മാർ കീഴിൽ പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഞാൻ മാധവപുട്ടി മൂർത്തി സാറ്, അതുപോലെ തന്നെ ഗീത പത്മകുമാർ, ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ, അങ്ങനെയുള്ള നല്ല ഗുരുക്കന്മാർ, അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ ഹുസ്ന ബാനു ടീച്ചർ, കവിത കൃഷ്ണകുമാർ ടീച്ചർ, അങ്ങനത്തെ കുറേ നല്ല പ്രഗത്ഭരായിട്ടുള്ള RLV ആനന്ദ് സാർ, അങ്ങനത്തെ കുറേ പേരെടുത്ത് നന്നായി വീട്ടുകാർ പഠിപ്പിച്ചു. ഓക്കെ, അങ്ങനെ ഒരു നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്ക് പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ഷെല്ലിയും ഷേക്സ്പിയറും പഠിച്ച ഒരാൾക്ക് വേറൊരു ഫീൽഡിലേക്ക് പോകുമ്പോൾ ഷേക്സ്പിയറിനെയും പഠിച്ച ഒരാൾക്ക് എല്ലാ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തു. പക്ഷെ സോ സ്റ്റിൽ ഞാൻ അതിൽ ഭയങ്കര അധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചേച്ചി ഇപ്പൊ മോഹിനിയാട്ടത്തിലാണ് ഡിപ്ലോമ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കലോത്സവ സമയത്ത് നമുക്ക് അറിയാം RLV സാർ ആ സമയത്ത് ഭയങ്കര ഫേമസ് ആണ്. കോമ്പറ്റീഷൻ വരുമ്പോഴും RLV ആനന്ദിന്റെ കുട്ടികളാണെന്നുള്ളത്. അപ്പൊ കലാമണ്ഡലവും പഠിച്ചിട്ടുണ്ട്, RLV സ്റ്റൈലും പഠിച്ചിട്ടുണ്ട്. ഏതിനോടാണ് പേഴ്സണലി കൂടുതൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഏതൊരു സ്റ്റൈലിനോടായിരുന്നു? എനിക്ക് എൻ്റെ ഒരു ഓൺ ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. ഇപ്പം എനിക്ക് കലാക്ഷേത്ര സ്റ്റൈലും വളരെയധികം ഇഷ്ടമാണ്, RLV സ്റ്റൈലും ഇഷ്ടമാണ്. മോഹിനിയാട്ടം കലാമണ്ഡലത്തിലത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പോൾ നല്ല ഒരു സ്റ്റൈൽ ഏതാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ കുട്ടികളെല്ലാവരിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചേച്ചി കുച്ചിപ്പുടിയാണ് സ്പെഷ്യലൈസ് ചെയ്തത്, എന്നാലും തുടങ്ങിയത് മോഹിനിയാട്ടത്തിലാണ്? അല്ല, ഞാൻ ഭരതനാട്യമാണ് ബേസ് തുടങ്ങിയത്. പക്ഷെ ഡിപ്ലോമ ചെയ്തതാണ് മോഹിനിയാട്ടത്തിൽ. അതിനോടൊരു ഇഷ്ടം കൂടുതൽ കൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടം കൂടുതലുണ്ടാണ്. അപ്പോൾ ഏതിനോടാണ് ചേച്ചിക്ക് ഒരു അഭിനയ ഇതിനോടുള്ള ലാസ്യാണ് മോഹിനിയാട്ടം? അഭിനയ പോർഷൻസ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം വരുന്നത് കാരണം കുച്ചിപ്പുടി എപ്പോഴും ഒരു ചടുലതാളം. അതെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുച്ചിപ്പുടി ഒരു ലോകധർമ്മിയാണ്, ഒരു ഫ്രീ സ്റ്റൈൽ. കുറച്ചും കൂടി നമുക്ക് അഭിനയമൊക്കെ കുറച്ചും കൂടി ഓപ്പണായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അതിനോടുള്ള താല്പര്യം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരു മോഹിനിയാട്ടത്തിലായാലും ഇപ്പോൾ കുച്ചിപ്പുടിയിലായാലും ഒരു അഷ്ടപതി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുക അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ, ഒരു അടവിനേക്കാളൊക്കെ കൂടുതൽ ഞാൻ അതിലായിരിക്കും. കൂടുതൽ ആളുകൾക്ക് ഇതിനോട് ഏത് കലാരൂപത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടമൊക്കെ കുറച്ച് സ്റ്റുഡൻസേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് എന്നല്ലാണ്ട് വളരെ കുറച്ച് പേരാണ് ആ ഇഷ്ടത്തോടുകൂടി. പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണ് മോഹിനിയാട്ടം വേണം എന്ന് പറഞ്ഞിട്ട് വരാറുള്ളത്. അതെ, അധികം ദേഹാനീത പരിപാടി അല്ല, അത് വെറുതെ തോന്നുന്നതാണ്. അത് വെറുതെ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഏത് ആർട്ട് ഫോം ആയാലും അത് പഠിക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. മോഹിനിയാട്ടം പഠിക്കാന്ന് പറഞ്ഞാൽ മെയ് വഴക്ക് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അത് കാണുമ്പോൾ തോന്നും ഒലച്ചിലാണ്. അതെ, നൃത്തം അധികം നൃത്തത്തെ കുറിച്ച് വളരെ പരിചയമില്ലാത്ത ഒരാൾക്ക് മോഹിനിയാട്ടം ആസ്വദിക്കാൻ പറ്റും. അതെ, നല്ല ഭംഗിയാണ് കണ്ടിരിക്കും, നല്ല സുഖം. കേരള ഡ്രസ്സും
നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടുള്ള പരിപാടികളും അതൊക്കെ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഈ കുച്ചിപ്പുടി ആവുമ്പോ കുടം വെച്ചിട്ടുള്ള പരിപാടി ഒക്കെയാണ്. പക്ഷെ ബാക്കിയുള്ള ഇതിനെ കുറിച്ച് വളരെയധികം നോളജും ഇത്രയധികം ആസ്വാദന ശേഷി ഇല്ലാത്ത ഒരാൾക്ക് കുച്ചിപ്പുടി കുറച്ച് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ ആ കുച്ചിപ്പുടി ഒരു അത്രയധികം അട്രാക്ട് ചെയ്യാൻ എന്താണ് കാരണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ടഫുള്ള സബ്ജക്റ്റ് കുച്ചിപ്പുടിയാണ്. തീർച്ചയായും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാൻ കുറച്ച് ഇഷ്ടമാണ്, കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. പിന്നെ പഠിച്ചു കയറി അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തു. അതോ വല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ എൻ്റെ സിസ്റ്ററെ പോലെ തന്നെയാണ്. നല്ലൊരു കുച്ചിപ്പുടി ആർട്ടിസ്റ്റാണ്, ഇന്ത്യയിലെ വലിയൊരു കുച്ചിപ്പുടി ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്കൊരു ഒരു സിസ്റ്ററെ പോലെ തന്നെയാണ്. അപ്പോൾ ചേച്ചീനൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് കുച്ചിപ്പുടിയോട് കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. എത്തിപ്പെടുന്നത് ഇവരെ കുറിച്ചിട്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സിനെ ഞാൻ അന്വേഷിച്ച്, അത് പാരൻസ് ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. അങ്ങനെ നല്ല ടീച്ചേഴ്സിനെ കണ്ടെത്തി തരിക എന്ന് പറയുന്നതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കും ആരാണ് നല്ല ടീച്ചേഴ്സായിട്ട് നിൽക്കുന്നത്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ആരാണെങ്കിൽ അവരെ നമ്മൾ കണ്ടുപിടിച്ച് പഠിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അതായത് പാഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും കുറച്ച് ഏജ് കഴിയുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുണ്ടോ? കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരെ, അതായത് അവർ ചിലപ്പം ചെറിയ മക്കൾ ചെയ്യണ പോലെ ആ ഒരു മേൽവഴക്കത്തിൽ ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം ടീച്ചർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇപ്പോൾ ഈ ഏജ്ഡ് ആയിട്ട് വരുന്നവർക്ക് അവർക്ക് തന്നെ പേഴ്സണലി അറിയാം ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ ബോഡി ഒന്ന് ഒരു വഴക്കം വരാനും ഞങ്ങൾക്ക് കുറച്ച് കാൽമുട്ട് വേദന അങ്ങനെയുള്ള ബോഡി ഉള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നു 100% അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നവരായിരിക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കുട്ടികളൊക്കെ സെറ്റിലായതിനു ശേഷമായിരിക്കും അവർ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് മോഹിക്കാം, ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് മോഹിക്കാം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾ വരുമ്പോൾ ഞാൻ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു കാണേണ്ട കാര്യമില്ല, കാരണം കുട്ടികളല്ലല്ലോ ഓഫ്കോഴ്സ് എന്തായാലും ഏജ് ആയിട്ടുള്ളവർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ബോഡി സെറ്റ് ആവാൻ കുറച്ചുകൂടി അല്ല, അത് അങ്ങനെയല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം കൂടിയുണ്ടല്ലോ. അതായത് ചിലവർക്ക് അല്ല, അതെന്താണെന്നറിയോ വികാസ്, ഇപ്പോൾ ചെറുതിൽ പഠിക്കുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന കുറേ വീട്ടമ്മമാർ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ പല സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല പല കാര്യങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരാണ് പലരും. ഓക്കെ, അവരൊരു സമയം കഴിയും. ഹലോ 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 നമസ്കാരം, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. ആരാണ്? എന്റെ പേര് ലക്ഷ്മി എന്നാണ്, ലക്ഷ്മി ജ്യോതി. ഞാൻ ദിൽന മാമിന്റെ സ്റ്റുഡന്റ് ആണ്. മറ്റൊരു ശിഷ്യ. അപ്പൊ ദിൽനേച്ചി എവിടെയുണ്ട്? സംസാരിച്ചോളൂ. ഹായ് ലക്ഷ്മി. ഹായ് മാം. സന്തോഷം, ലൈവ് കണ്ടിട്ട് വിളിച്ചായിരിക്കും. അതെ അതെ. ലക്ഷ്മി പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണോ? ഞാൻ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക, പക്ഷെ ഇപ്പൊ അത് ഞാൻ കോള് കറക്റ്റ് ആയിട്ട് കണക്ട് ആവാനായിട്ട് അത് കുറച്ചു. എത്ര നാളായി പഠിക്കുന്നു? ഞാൻ ഓൾമോസ്റ്റ് 10 years ആയിട്ട് മാമിന്റെ സ്റ്റുഡന്റ് ആണ്. ടീച്ചർ എങ്ങനെയാണ് ദിൽന ചേച്ചി ക്ലാസ്സിൽ ഒന്ന് പറയാമോ ലക്ഷ്മി? മാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ എല്ലാ കാര്യത്തിലും എനിക്കിപ്പോ മാം എന്ന് പറയുന്ന എന്റെ ഒരു ടീച്ചർ മാത്രമല്ല, ഞാൻ ഒരു വളരെ യങ് ഏജിൽ തന്നെ മാമിന്റെ കൂടെ, അപ്പൊ എനിക്കൊരു സിസ്റ്ററും എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടും എല്ലാം ആണ്. എന്തൊരു കാര്യത്തിൽ ഇപ്പൊ ഡാൻസ് റിലേറ്റഡ് അല്ലാണ്ട് എന്റെ ഒരു പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും എനിക്ക് എന്റെ അമ്മേനെ പോലെയോ അല്ലെങ്കിൽ എന്റെ ഒരു സിസ്റ്ററിനെ പോലെയോ ഗോ ടു പേഴ്സൺ ആണ് മാം. ലക്ഷ്മി പൊതുവേ കേട്ടിട്ടുണ്ട് ഡാൻസ് ടീച്ചേഴ്സ് അടവ് ക്ലാസ്സുകളൊക്കെ, അതായത് കറക്ഷൻ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകാറുള്ളത് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ദിൽന ടീച്ചർ? മാം നമുക്ക് മാം സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലത്ത് മാം സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. അല്ല, നമ്മളെ കൂടെ നല്ലൊരു ഫ്രണ്ടിനെ പോലെ ജോളി ആയിട്ട് നിൽക്കേണ്ട സമയത്ത് മാം അങ്ങനെയൊക്കെ ഷീ നോസ് വാട്ട് ഷീ നീഡ്സ് ഫ്രം us. ആണ് മാമിന് ഡാൻസ് പ്രോഗ്രാം എന്ന് പറയുമ്പോ ഭയങ്കര പെർഫെക്ഷനിൽ വേണം. അപ്പൊ ആ സമയത്ത് ഇപ്പൊ മാമിനെക്കാട്ടിയും ഏജ് കൂടിയ സ്റ്റുഡൻസ് ആണോ ഏജ് കുറഞ്ഞ സ്റ്റുഡൻസ് ആണോ ഒന്നും നോക്കിയില്ല, നല്ല ചീത്ത പറയുന്ന സമയത്ത് ചീത്ത പറയുകയും ചെയ്യും, എന്നാൽ സ്നേഹിച്ച് നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. ഹലോ
ഹലോ. അത് ഞാൻ പറയായിരുന്നു. ഈ ടോക്ക് ഓഫ് ദ ടൗണിൽ കുറെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ദിൽനേച്ചിയാണ്. ഇന്ന് ഞങ്ങൾക്ക് കുറെ ഈറ്റബിൾസും സ്നാക്സും ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ലക്ഷ്മിയുടെ സംസാരത്തിന് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ടീച്ചർ എന്ന്. ഒരുപാട് സന്തോഷം വിളിച്ചല്ലേ, ഒന്ന് സംസാരിക്കും. സന്തോഷം വിളിച്ചാലും അതിന് വളരെയധികം സന്തോഷം. ലക്ഷ്മി എൻ്റെ കുറെ വർഷങ്ങളായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ പറഞ്ഞല്ലോ. വളരെ നല്ലൊരു കുട്ടിയാണ്. എനിക്ക് ഇങ്ങനെ നല്ല നല്ല ഇത്തരത്തിലുള്ള നമ്മൾ കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ആസ് എ ടീച്ചർ നല്ല ലെവലിൽ ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കുട്ടികളുടെ കൂടെയുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത്. വളരെ ഒരു വെരി വെരി ഹാപ്പി. അപ്പൊ ലക്ഷ്മി ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. നമ്മുടെയും ലക്കാണ് മാമിന്റെ അടുത്ത് പഠിക്കാൻ പറ്റുന്നത്. അതെ, നമുക്ക് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം. വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. മാം, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓൾറെഡി ടീച്ചറുടെ അടുത്ത ക്ലാസ്സുകൾക്ക് ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ ആസ് എ ടീച്ചർ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല, നമ്മുടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരുപാട് ചെറിയ കുട്ടികളും വരും അടുത്ത ബാച്ചിനൊക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് അവരുടെ അടുത്ത് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീറ്റാണ്. ആസ് എ ഇപ്പോൾ ഞാനും പഠിക്കുന്ന സമയത്ത് ചില ക്ഷേമാവതി ടീച്ചറുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് സ്നേഹമാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ കാൽമിക്ക് ഒരു വടിയൊക്കെ എടുത്തെറിയും. അങ്ങനെയൊക്കെയാണ് ചില സമയത്ത് കിട്ടിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേച്ചിയുടെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ട് കൂട്ടി. അതേസമയം സ്ട്രിക്റ്റും ആണ്, ഉറപ്പായിട്ടും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ചേച്ചി. കാരണം പ്രോഗ്രാം ലാസ്റ്റൊക്കെ ആവാറാകുമ്പോൾ നമ്മുടെ തമാശ ക്ലാസ് എല്ലാം കഴിഞ്ഞു. എങ്ങനെയാണ് ചേച്ചി ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? അല്ല, നമ്മളുടെ ഒരു സന്ദർഭങ്ങൾക്ക് അനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം. എനിക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ എൻ്റെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും എൻ്റെ വീട്ടിലത്തെ ഞാൻ എപ്പോഴും എൻ്റെ വർണ്ണ ഫാമിലി എന്നാണ് പറയാറ്. എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ പേര് വർണ്ണ നൃത്തകലാക്ഷേത്രം എന്നാണ്. അപ്പോൾ വർണ്ണ ഫാമിലി എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഓഫ് കോഴ്സ് ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് ഉണ്ടെങ്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമേഷൻ കാര്യങ്ങൾ ശരിയാവുള്ളൂ. നമ്മൾ കുറേയൊക്കെ സ്വീറ്റായിട്ട് എത്രയൊക്കെ നിന്നാലും കുട്ടികൾ ആ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ ഒന്ന് ചിലപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിൽക്കും. പക്ഷെ അത് ആ ഒരു സമയത്തിന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഒരു വഴക്ക് പറയൂലേ, പക്ഷെ അത് കഴിഞ്ഞ് ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്? എന്റെ പേര് ദിനേഷ്. ദിനേഷ്, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ അൽക്കിസൈസിലാണ്. ഓ, കിസിസിലാണ്. ഓക്കെ. അപ്പൊ ദിനേശ് ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ. എന്ത് ചെയ്യുന്നു ദിനേശ്? ഞാനിവിടെ ഒരു ഇന്റീരിയറിന്റെ വർക്കൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടെയാണ്. ഓക്കെ. പ്രോഗ്രാം കാണുന്നുണ്ടോ? എന്തോ പ്രോഗ്രാം കാണുന്നുണ്ടോ? പ്രോഗ്രാം കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഒപ്പം ദിനേശ് ഉണ്ട്, സംസാരിക്കൂ. വിശേഷം? സന്തോഷം. ടീച്ചർ ഒരു ഡാൻസ് ടീച്ചർ മാത്രമല്ല കേട്ടോ, എല്ലാ നിലയിലും സകലകലാ വല്ലഭിയാണ്. അങ്ങനെ പറയണം. കാരണം ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ടീച്ചർക്ക് ഉണ്ട്. ഞങ്ങൾ അൽക്കൽ ഗേറ്റിലായിരുന്നു. ഓഫീഷ്യൽസ് ഒക്കെ ആയിരുന്നു. പിന്നെ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ വെച്ചാലോ, നമ്മള് ഒരുപാട് ഒരു ഫ്രണ്ട്ലി ആണ്, ഒരു സിസ്റ്റർലി മൈൻഡ് ആണ്. ടീച്ചറിന്റെ ഫാമിലി ആയിട്ടും ടീച്ചറുടെ ഹസ്ബൻഡായിട്ടും ടീച്ചറിന്റെ അച്ഛനായിട്ടും എല്ലാവരുമായിട്ടും വളരെ ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ടീച്ചറുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ടീച്ചർ, താങ്ക് യു. അല്ലെ, നമ്മുടെ തൃശ്ശൂർ ഗ്രൂപ്പിലുള്ള നിങ്ങൾ തൃശ്ശൂർക്കാര് ഇവര് വന്നപ്പോഴേ സെറ്റായി. നിങ്ങള് തൃശ്ശൂർക്കാർ തൃശ്ശൂരുമായിട്ട് ബന്ധമുണ്ടല്ലോ ചെറുതായിട്ട്. പറഞ്ഞല്ലോ, ഹസ്ബൻഡ് തൃശ്ശൂർക്കാരനാണ്. അപ്പൊ തൃശ്ശൂരായി. അപ്പോ വർണ്ണയുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോ ഡാൻസ് സ്കൂളിന്റെ പേര് വർണ്ണ നൃത്തകലാക്ഷേത്രം. പക്ഷെ അതിനു മുമ്പേ വർണ്ണ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ കലയെ സ്നേഹിക്കുന്ന എല്ലാവരും ചെന്ന് ചേരുന്ന ഒരു സ്ഥാപനം അല്ലെ, വർഷങ്ങളുടെ പാരമ്പര്യം. ജനിക്കുമ്പോഴേ വർണ്ണ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ അതിനൊരു ഭാഗമാണ്. ആ വർണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വർണ്ണ തൃശ്ശൂർ MG റോഡിലാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 30 വർഷത്തോളമായി വർണ്ണ തുടങ്ങിയിട്ട്. ഇപ്പൊ ഞാൻ ചെറുതില് എനിക്ക് ഡാൻസ് ചെയ്യണ രാംദാസ് തിയേറ്ററിന്റെ നെക്സ്റ്റ് പൂമ കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അതെ. അപ്പൊ ചെറുതിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റിച്ചിങ് ചെയ്യും,
അല്ലെങ്കിൽ നമ്മൾ റെൻ്റൊക്കെ ചെയ്യുമ്പോഴൊക്കെ വളരെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് എൻ്റെ അമ്മയ്ക്കൊരു ചിന്ത വന്നതെന്നോട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിക്കൂടാ. അപ്പോൾ നമുക്ക് വളരെ ക്ലീൻ ആയിട്ട്, അതായത് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സുകളും വളരെ ക്ലീനായി, അതായത് ഒരു യൂസ് കഴിയാതെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്യാതെ അല്ലാണ്ട് വേറൊരാൾക്ക് കൊടുക്കില്ല, റെൻറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു സ്ഥാപനം ചെറുതായിട്ട് മുണ്ടൂർ തന്നെ ഒരു സ്ഥലത്ത് തുടങ്ങി. മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അതെ, എനിക്ക് അവിടെ ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തുടങ്ങി. അതിന് ശേഷമാണ് പിന്നെ തൃശ്ശൂർക്ക് ഷിഫ്റ്റ് ചെയ്തത്. അമ്മയായിട്ടാണ് തുടങ്ങി വെച്ചത്. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, തുടങ്ങി. അച്ഛൻ ഫുൾ സപ്പോർട്ട്. അങ്ങനെ തുടങ്ങി. കലോത്സവം വരുമ്പോൾ ആദ്യം നമ്മൾ ഓടുന്നത് വർണ്ണയിലോട്ടാണ്. അത്രയ്ക്കും നല്ല കളക്ഷൻസ് ആണ്, ടെമ്പിൾ കളക്ഷൻ ആണെങ്കിലും ഒക്കെ എല്ലാം ഭയങ്കര, പിന്നെ ഭയങ്കര നീറ്റ്നെസ് ആണ് ചേച്ചി പറഞ്ഞ പോലെ. അതെ, അത് വളരെ നിർബന്ധമായിട്ടൊരു കാര്യമാണ്. അച്ഛൻ ഞങ്ങൾ തുടങ്ങുന്ന കാലത്ത് തന്നെ. ഹലോ 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 ഹായ് ഹായ്, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. ആരാണ്? ഞാൻ അഞ്ജനയാണ്. അഞ്ജനയാണ് അല്ലേ? ഓക്കെ. സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആണോ? ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാനൊരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം തൽക്കാലത്തേക്ക് നിർത്തി വെക്കുന്നു. എന്റെ മോൾ ഇപ്പോഴും സ്റ്റുഡന്റ് ആണ്. ഓ വെരി ഗുഡ്. ഇവിടെ ദിൽനേച്ചിന്റെ സംസാരിക്കും. ഹായ് അഞ്ജന. ഹായ്, എങ്ങനെയുണ്ട്? സന്തോഷം വിളിച്ചത്. പ്രോഗ്രാം. പിന്നെ ദിൽന ടീച്ചറിനെ പറ്റി പറയാനാണെങ്കിൽ വാക്കുകളില്ല. ടീച്ചറിന്റെ വഴക്ക് കേട്ട ഒരാളാ, അതുകൊണ്ടാണ് ഞാൻ അതെ അതെ. എന്റെ മോൾ ഇപ്പോഴും ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ്. അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും പറയാൻ പറ്റാത്തില്ല. ടീച്ചറിനെ ഒരു കാര്യത്തിൽ ഒരു വേർഡിൽ ഒതുക്കാൻ പറ്റൂല. അത്രയ്ക്ക് വെൽ ഓർഗനൈസ്ഡ് ആണ്. എന്റെ മോക്ക് എനിക്കും കിട്ടിയൊരു ഭാഗ്യം ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആകാൻ. സന്തോഷം. എന്തായാലും നല്ലോണം നടക്കട്ടെ. ചേച്ചിനെ പറയുമ്പോൾ ഒരു വേർഡ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർ വുമൺ. ഉറപ്പായിട്ടും, കാരണം ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ആസ് എ ഫാമിലി ഉള്ള കാര്യങ്ങൾ, അത് കൂടാതെ ഒരുപാട് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇതെല്ലാം നടക്കുന്നു? മാനേജ്മെന്റ് ഒരു വലിയ പ്രശ്നം. അത് വർക്ക് ചെയ്യണവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ, അതിന്റെ ബുദ്ധിമുട്ട് എല്ലാം കൂടെ കൊണ്ടുപോകണത്. അപ്പം എങ്ങനെ പറ്റും? ആ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ വർണ്ണയെ കുറിച്ച് നമുക്ക് വർണ്ണ അപ്പോൾ ആക്ച്വലി അങ്ങനെയാണ് തൃശ്ശൂർ ടൗണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മാരേജ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം 2012 തോന്നുന്നു ഇവിടെ ദുബായിൽ നമ്മൾ വർണ്ണ സ്റ്റാർട്ട് ചെയ്തു. അത് കരാമയിൽ അല്ലെങ്കിൽ അച്ഛൻ തന്നെയാണ്. ഞങ്ങൾ ഫാമിലി ബിസിനസ് പോലെ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പാരൻസ് ഒരു 2 മാസം കൂടുമ്പോൾ ദുബായിൽ വരും, അല്ലെങ്കിൽ ബ്രദർ വരും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇത് ആക്ച്വലി നോക്കി നടത്തുന്നത്. ഇപ്പൊ എനിക്ക് വീക്ക്ലി 2 days ഞാൻ വർണ്ണയിൽ പോകും. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഫാമിലി കൂടിയായിരുന്നു, അബുദാബിയിലായിരുന്നു. അതിനുശേഷം പിന്നീട് എന്റെ മാരേജ് അല്ല, ആക്ച്വലി എന്റെ അച്ഛൻ അബുദാബിയിലായിരുന്നു. ഞാൻ നാട്ടിൽ തന്നെയാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് നമ്മൾ അബുദാബിയിൽ ഉണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് നാട്ടിൽ പോയി അച്ഛൻ ബിസിനസ് ഒക്കെ അവിടെയായിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ പിന്നെ എന്റെ മാരേജിന് ശേഷമാണ് ഞാൻ ഇവിടെ. അതെ, 2006 ഞാൻ ദുബായിലെത്തി. കരാമയില്. 2012 വർണ്ണ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതെ, ഇപ്പൊ ഒരു പുതിയൊരു ഇത് എന്റെ ബ്രദറായിട്ട് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വർണ്ണ മണ്ഡല ഡാൻസ് ലാബ് എന്ന് പറഞ്ഞിട്ട് നാട്ടില് വിയൂര്. അതെ, വിയൂര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ ഹിപ്പ് ഹോപ്പ്, ഫ്രീ സ്റ്റൈൽസ്, പിന്നെ ക്ലാസിക്കൽ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂർ വിയൂര്. അതന്നെ. ബ്രദറിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. എല്ലാം വർണ്ണ. അതെ അതെ. ഫാമിലിയിൽ ശരിക്കും വർണ്ണ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ബ്രദറിന്റെ മോളുടെ പേര് വർണ്ണ. മോള് 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ. മോളുടെ പേര് വർണ്ണ എന്നാണ്. അങ്ങനെയില്ല, അന്ന് എന്തോ അങ്ങനെ സെലക്ഷൻ പേര് ഞങ്ങൾ എല്ലാവരും കൂടെ വർണ്ണന്ന്. വി ആയിരുന്നു അന്ന് ഞങ്ങളുടെ ഒരു വിജയം. എന്താ പറയാ, എല്ലാ അച്ഛന് വേറെ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വി വെച്ചിട്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വാളത്തുളപ്പിൽ നിന്നാണ് ഞങ്ങളുടെ തറവാട്ട് പേര്. അങ്ങനെ വി ആണ് ഫസ്റ്റ് എല്ലാ ലെറ്റേഴ്സും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണ്. എനിക്കിഷ്ടപ്പെട്ടു.
അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ഓക്കെ. ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കും. എനിക്ക് കറക്റ്റായിട്ട് ഒരു വീക്ക്ലി ഷെഡ്യൂൾ ഉണ്ടാക്കും. ഡെയിലി വൈസ് ഞാൻ ഷെഡ്യൂൾ എഴുതി വെക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ എഴുതി വെക്കും. സ്പെഷ്യലി ക്ലാസ്സസ് ആയാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളായാലും എൻ്റെ മറ്റ് പേഴ്സണൽ കാര്യങ്ങളായാലും ഈവൻ അസോസിയേഷൻസിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളായാലും എഴുതി വെക്കും. ഞാൻ അതിനനുസരിച്ചിട്ട് ടൈം മാനേജ് ചെയ്യും. അതായത് ആ ഷെഡ്യൂൾ ഞാൻ എഴുതി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കോൾ വരുന്നുണ്ടായിരിക്കും. ഹായ്, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? എന്റെ പേര് വിജയ്. ഞാൻ അഞ്ജലിയുടെ ഫാദറാണ്. ഞാനിപ്പോ ഈ പ്രോഗ്രാം കണ്ടിട്ട് വിളിക്കാണ്. ഓ, ഒരുപാട് സന്തോഷം. അഞ്ജലിയുടെ ഫാദറാണ്. അഞ്ജലി സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആയിരുന്നു. അതിനുശേഷം +2 കഴിഞ്ഞ് പുള്ളിക്കാരത്ത് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി. അപ്പൊ അവിടെ ദിൽനേച്ചിയോട് സംസാരിക്കും. സന്തോഷം വിളിച്ചല്ലേ. ഞാനിപ്പോ ജസ്റ്റ് ഇങ്ങനെ പ്രോഗ്രാം കണ്ടപ്പോൾ എങ്ങനെ വിളിച്ചത്. ഓക്കെ ഓക്കെ, വളരെ സന്തോഷമായി. പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളാണ് വിളിക്കുന്നത്. ടീച്ചറിന്റെ കൂടെ കുറെ ഇയറില് പ്രോഗ്രാംസിന് ഇവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നാട്ടിലെ ഗുരുവായൂരും കുറച്ച് പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഒരുപാട് സന്തോഷം. ഇപ്പൊ അഞ്ജലി എവിടെയാണ്? ഇപ്പൊ അഞ്ചൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് ഇപ്പൊ. ഓ, ഒരുപാട് സന്തോഷം. തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോ അന്വേഷണം പറയൂ. കോഴ്സ് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരുപാട് അന്വേഷിച്ചു പറയൂ. സന്തോഷം വിളിച്ചതല്ലേ. തീർച്ചയായും പറയാം. ഒരു മിനിറ്റ്. താങ്ക് യു. ഹലോ ഡില്ല ടീച്ചർ. അയ്യോ, ഓർക്കുന്നുണ്ടോ ടീച്ചർ? മറന്നുപോയാ? എന്തോ ഇല്ല, മറന്നിട്ടില്ല. പെട്ടെന്ന് എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ കോളുകളൊന്നും. വളരെയധികം സന്തോഷം വിളിച്ചതിന്. അഞ്ജലിയോട് അന്വേഷിച്ചു പറയണേ. തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ടീച്ചറുടെ അടുത്ത് വരാനായിട്ട് അയ്യോ, സന്തോഷം. വരൂ വരൂ. നേരത്തെ താമസിച്ചെടുത്ത് തന്നെയാണോ ടീച്ചർ ഇപ്പോഴും? സെയിം അവിടെ തന്നെയാണ്. ടീച്ചർ, അപ്പൊ ഞങ്ങള് നേരിട്ട് വരാം, നമുക്ക് കാണാം. ഓക്കെ, സന്തോഷം സന്തോഷം. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഈ ലാസ്റ്റ് ടൈമിൽ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് അവസാനം പോയി ഓടി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വൺസ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നടക്കും എങ്ങനെയെങ്കിലും. കാരണം നമ്മൾക്ക് ആ ഒരു കറക്റ്റ് എങ്ങനെ അത് മാനേജ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ഇന്ന ടൈമിൽ എനിക്ക് കുക്കിംഗ് ചെയ്യണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നേരത്ത് മൊബൈൽ സ്ക്രോൾ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പം നമുക്ക് കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ടൈം ഷെഡ്യൂൾ വെക്കണം. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി റെഡി ആവും. അതെ, ഞാൻ ലാസ്റ്റ് ടൈം ഓടുന്ന പരിപാടി ഇപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ പ്രോഗ്രാമിൻ്റെ കുറേ ദിവസങ്ങൾ 2 ആഴ്ചകളൊക്കെ മുന്നേ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ ആ നേരത്ത് പോവില്ല. പ്രോഗ്രാമിൻ്റെ തലേദിവസം രാത്രി ആഫ്റ്റർ 6 o'clock ആയിരിക്കും പലരും ഷോപ്പിൽ പോയി ഡ്രസ്സ് എടുക്കാൻ പോവുക. ആ നേരത്ത് വളരെ ഹറിയായി പോയി വളരെ ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ എത്ര സ്ട്രെസ് എടുക്കണേ എന്നുള്ളത് അറിയും. അപ്പോൾ അത്രയും ദിവസം അവിടെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും വീട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്തിട്ടേ പോകാറുള്ളൂ എല്ലാ കാര്യങ്ങളും. ചേച്ചി വളരെ ചെറുപ്പത്തിലേ പഠിച്ചു തുടങ്ങിയ ആളാണ്. അപ്പോൾ ഉറപ്പായിട്ടും യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ടാവും. സ്കൂൾ കലോത്സവത്തെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങനത്തെ എക്സ്പീരിയൻസിനെ ഓക്കെ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉള്ള ഒരു കാര്യമാണ്. അതെ, കാലഘട്ടമാണ്. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് വളരെയധികം നമ്മൾ വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ എന്താ പറയുക, വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. കാരണം ആ കുട്ടിക്കാലത്ത് തോന്നുന്ന ചില ഇപ്പോൾ ഞാൻ കേരള നടനമൊക്കെ നടനഭൂഷൺ ഗായത്രി മേനോൻ എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ടീച്ചറായിരുന്നു അവിടെ ആകെ കൂടെ കേരള നടനം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാനത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഞാൻ സമ്മാനം കിട്ടും എന്നുള്ളൊരിതൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് പല പല കാരണങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ തഴയപ്പെടുമ്പോൾ നമുക്കൊരു വിഷമമുള്ളിൽ ഫീൽ ചെയ്യും. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ഓക്കെ അല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്ത് തോന്നുന്നു ആസ് എ ടീച്ചർ? ഇപ്പോൾ ഒരുപാട് പേര് നമുക്കറിയാം ബാക്ക് സ്റ്റേജിൽ പാരൻസ് തമ്മിലാണ് എന്നും മത്സരം ഉണ്ടാവുക, കുട്ടികൾ തമ്മിലല്ല. ഇന്ന് ആസ് എ ടീച്ചർ ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു? മീൻസ് ആസ് എ സ്റ്റുഡൻറ്, ആസ് എ ടീച്ചർ, 2 വ്യൂവിലൊന്ന് പറയാം. എനിക്ക് എപ്പോഴും പറയണമെങ്കിൽ ഞാൻ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നതൊന്നും ഒരു കലയുടെ അവസാന വാക്കൊന്നുമല്ല. ഓക്കെ, എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളൊരു നന്നായി പഠിക്കുക, നല്ല പോലെ തറവായിട്ട് ബേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് പെർഫോമർ ആവണോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് സ്പെഷ്യലൈസ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. അപ്പോൾ അതിൽ മുന്നോട്ട് പോവുക. അല്ലാതെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ സമ്മാനം ലഭിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ആ ഒരു 10 മിനിറ്റ് ഒന്നും അല്ല ഒരു കുട്ടിയുടെ നിലവാരം
ഭാരം അളക്കാനുള്ളത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഇനി നമുക്കൊരു പെർഫോമൻസിലേക്ക് പോകാം. ഗുരും ശിഷ്യയും കൂടിയിട്ടുള്ളൊരു സംഭവം. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിക്ക് വേണ്ടി പാടി പെർഫോം ചെയ്ത് കാണാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷം. അപ്പോൾ രാധിക പാടുന്നു, ചേച്ചി ഒരു ചെറിയൊരു പെർഫോമൻസ്. അതാണ് ഞാൻ ചേട്ടനോട് നേരത്തെയും ഹലോ 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 ആരാ സംസാരിക്കണേ? ഹലോ കോൾ പോയി തോന്നുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. രാധിക ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ എന്താ ചോദിക്കാൻ വന്നത് ഇപ്പൊ എന്റെ കളഞ്ഞു. രാധിക ഗംഭീരം, നന്നായി പാടിയിരിക്കുന്നു. അതല്ല, ചേച്ചിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാരണം ചേച്ചി ഒരു ഡാൻസർ എന്ന് പറയാൻ കാണുമ്പോൾ ഒരു ഗ്രേസ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഞാൻ നോക്കിയായിരുന്നു അടുക്കിങ്ങനെ ഓരോ എക്സ്പ്രഷൻ പോകുന്ന കണ്ണുകളുടെ ഭാവവും ഒക്കെ, അതൊക്കെ നേരിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, മീൻസ് നേരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് സൈഡിൽ നിന്ന് കാണുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു അതെ ആദ്യമായിട്ടാണ് അതിനെ ടോക്കോട് തന്നെയാണ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാരണം ഗുരുവിന് വേണ്ടി എന്നെ പാടാൻ സാധിച്ചു. ഇതുവരെ ഒരു ഗുരുക്കന്മാർക്ക് വേണ്ടി എനിക്ക് പാടാൻ സാധിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഗുരുവിന് വേണ്ടി പാടുന്നത്. ഒരുപാട് സന്തോഷമുള്ള കാര്യം. എനിക്ക് സന്തോഷം. വികാസിനോട് അതിന് വലിയൊരു അത് പറയാൻ വേണ്ടിട്ടല്ലേ ചോദിക്കാൻ വല്ല ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൊറിയോഗ്രാഫിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറെ ആരും ചെയ്യാത്തൊരു സംഭവം ചെയ്തു, ഈ നാഷണൽ ആന്തം പെർഫോം ആക്കിയിട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞത്. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? കാരണം അത് ചെയ്യാൻ കാരണം അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇതൊരു സംഭവം ആക്കിയാലോ? ആരും തോന്നാത്തൊരു പരിപാടിയാണുള്ളത്. ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹമാണ്. എന്നിട്ട് ഒരു വർഷം എടുത്തു ഞാനത് ചെയ്യാൻ വേണ്ടി. ആക്ച്വലി കൊറിയോഗ്രാഫി ചെയ്യാനോ ഒന്നിനും അല്ല ഒരു വർഷം എടുത്തത്. ഇത് ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടുത്തെ കുറച്ച് എംബ്രാത്തി ഫ്രണ്ട്സിനോടൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഒരു ധൈര്യം കിട്ടിയത്. കാരണം ഒരു നാഷണൽ ആന്തം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ താങ്ക് ഗോഡ് ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാരണം ഇവിടുത്തെ ഒരു എന്താ പറയുക, ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇത്തരം കാര്യങ്ങളോട്. അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ എടുത്തു പറയേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2006 തൊട്ട് 2025 പോകുന്നു. ഇത്രയും വായിക്കോളൂ, ഓൾമോസ്റ്റ് 17 ഇയേഴ്സ് കഴിഞ്ഞു ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ ഈ രാജ്യത്തോടുള്ള സ്നേഹം തന്നെയാണ് എനിക്കിത് ചെയ്യാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ. ഇല്ല, എനിക്ക് തോന്നുന്നു മാക്സിമം പോയി ഒരു 3 weeks to 4 weeks, മാക്സിമം ഒരു 1 month അത്രേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്കൊന്നും അറിയാത്ത ഭാഷയാണ്. അപ്പോൾ അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മീനിങ് ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ കറക്റ്റ് ക്ലാസിക്കലിലേക്ക് ഭരതനാട്യം സ്റ്റൈലിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കൊറിയോഗ്രാഫി ചെയ്തു. പക്ഷേ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മളുടെ ആ ഒരു ക്ലാസിക് വേർഷനിൽ ചെയ്തില്ല. കാരണം ഇവിടുത്തെ ഒരു നാഷണലാന്തം ആവുമ്പോൾ ഞാൻ വൈറ്റ് ആൻഡ് ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസിക്കലൊക്കെ ആകുമ്പോൾ നമ്മളുടെ ആ ഒരു ഹിന്ദു ആ ട്രഡീഷനിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമുക്കതൊന്ന് കാണാം അല്ലേ? നാഷണൽ ആന്തം.
അടിപൊളി. അടിപൊളി. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ അതിന് ആ പെർഫോമൻസുകളെ കുറിച്ചിട്ടൊന്ന് പറയുമോ? ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, എൻ്റെ കുച്ചിപ്പുടി ഒരു കച്ചേരി ഉണ്ടായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രോഗ്രാംസ് ചെയ്തിട്ടില്ല. എൻ്റെ നെക്സ്റ്റ് അപ്കമിങ് പ്രോഗ്രാമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 23 ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ആ പ്രോഗ്രാം എന്താ അടുത്ത് ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് എന്താണ്? പെർഫോമൻസ് അല്ല, എൻ്റെ പ്രോഗ്രാം അല്ല, ആക്ച്വലി ഞാൻ പെർഫോം ചെയ്യുന്നതല്ല, എൻ്റെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമാണ്. അതെന്റെ ഡാൻസ് സ്കൂളിന്റെ ആനുവൽ പ്രോഗ്രാമാണ്. കഴിഞ്ഞ വർഷം അതിന്റെ ഒരു ഭാഗമാവാൻ അതെ, അതിലധികം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് നമ്മുടെ ഓൾ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും, കുട്ടികളുടെ അരങ്ങേറ്റം, പിന്നെ എൻ്റെ ഒരു പുതിയ പ്രൊഡക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൽ അത് നടന്നുകൊണ്ടിരിക്കണോ, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയ പ്രൊഡക്ഷനാണ് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇപ്പം പറയാറായെന്ന് ചോദിച്ചില്ല, അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതെ നടന്നുകൊണ്ടിരിക്കുന്നു, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇതിനൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ സ്റ്റുഡൻസുകൾ കണ്ടുവരുന്നൊരു പ്രവണത അവരുടെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ ഒരു സംഭവം പ്രസന്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ റീൽസിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ അത് പരിപാടി നിർത്തി, പിന്നെ അടുത്ത റീൽസ്. ഈ ഒരു പ്രവണത ഉണ്ടോ? ഞാൻ കണ്ടുവന്നിട്ടുള്ള കുറച്ച് സംഭവം എനിക്കറിയില്ല, എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് അങ്ങനെ സംഭവം ഇല്ല. കാരണം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഓരോ കുട്ടികളെ കൊടന്നാക്കുന്ന പാരൻസിനും അറിയാം, കുട്ടികൾക്കും അറിയാം ടീച്ചറെ അടുത്ത് നടക്കാൻ പോകുന്നില്ല ഒരു ക്യാപ്സ്യൂൾ പരുവം എന്നുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുട്ടികൾ വരാറില്ല. ഓക്കെ, പിന്നെ എൻ്റെ കുട്ടികളാണ് എൻ്റെ അടുത്ത് എന്നോട് റീൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുള്ളത്, അവരാണ് എന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ചെയ്തോട്ടെ ടീച്ചറെ 1-2 റീലുകൾ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ടാണ് ചോദിക്കാറുള്ളത്. ഞാൻ പറയും, നിങ്ങൾ പഠിക്കുന്നത് ബേസ് നന്നായി പഠിക്കുക, അല്ലാതെ റീല് ചെയ്തുകൊണ്ടതുകൊണ്ടൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ക്യാപ്സ്യൂൾ എന്നൊരു സംഭവം എൻ്റെ ക്ലാസ്സിലില്ല. കുറേ ഡാൻസ് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം തട്ടടവും നട്ടടവും കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ അവർക്ക് ഐറ്റത്തിലേക്ക് അല്ല, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. പക്ഷെ അത് ഞാൻ ഇതുവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഇല്ല, ആ കാര്യത്തിൽ ഞാൻ വളരെ കർക്കശമായിട്ടുള്ള ഒരു ടീച്ചറാണ്. കാരണം പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഭരതനാട്യത്തിന് ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മോഹിനിയാട്ടം ആകുമ്പോഴേക്കും അത് വീണ്ടും കുറയും, വീണ്ടും ഒരു 10 സ്റ്റുഡൻസ് ആവും. കുച്ചിപ്പുടി ആകുമ്പോഴേക്കും പിന്നെ ഒരാളായിരിക്കും. എങ്ങനെയാ ചേച്ചിക്ക് അത് തോന്നിയിട്ടുള്ളത്? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ നമ്മളുടെ ഒരു കേരളത്തിൻ്റെ സിസ്റ്റമാണ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, മറ്റ് സ്ഥലങ്ങളിൽ പോയപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും ഭരതനാട്യം ആയിരിക്കുക. ഇനി ആന്ധ്രാപ്രദേശ് അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുച്ചിപ്പുടി ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിൽ ഈ കലോത്സവങ്ങൾ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി പഠിക്കുക എന്നുള്ളത് ഒരു സിസ്റ്റം പോലെയാണ്. ഭരതനാട്യം കഴിഞ്ഞാൽ കുച്ചിപ്പുടി പഠിക്കുക അല്ലെങ്കിൽ മോഹിനിയാട്ടം പഠിക്കുക എന്നുള്ള സിസ്റ്റം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതാണോ, ഇപ്പോൾ ഭരതനാട്യമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ഭരതനാട്യം മാത്രം പഠിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ആ ആർട്ട് ഫോം ഇഷ്ടമാണെങ്കിൽ മാത്രം പഠിക്കുക എന്നുള്ളത്. ഇങ്ങനെ കാലാകാലം പഠിച്ചു വരുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത്. ചില കുട്ടികൾ ഹലോ 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 നമസ്കാരം, വെൽക്കം ടു ടോക്ക് ഓഫ്. ഹലോ, താങ്ക് യു. എന്റെ ഒരു പ്രണീഷ്. ഓക്കെ, പ്രണീഷ് പറയൂ, ദില്ല ടീച്ചറിന്റെ ഒപ്പം സംസാരിക്കൂ. സംസാരിക്കും. ദില്ല ടീച്ചർ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പ്രണീഷ് എന്തെങ്കിലും ഡാൻസ് ചെയ്യുന്നത് വീഡിയോ വീഡിയോസ് ഹലോ, പ്രണീഷിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറഞ്ഞേള്ളൂ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ, ഡാൻസർ ആണല്ലേ? ആ, ഞാനും ചെറിയൊരു ഡാൻസറാണ്. അതെ, തമ്മിലുള്ള റീൽസ് ഒക്കെ കണ്ടിരുന്നു. ആ, താങ്ക് യു. ടീച്ചറോട് ഇവിടെ ചോദ്യം ചോദിച്ചു, പറയൂ. ആസ് എ കോ ഡാൻസർ എങ്ങനെയാണ് ചേച്ചി? എങ്ങനെയാണ് ഇതുവരെ ഞങ്ങൾക്ക് സ്റ്റുഡൻസിനെ കിട്ടിയുള്ളൂ. അല്ല, സ്റ്റുഡന്റ് കൂടെയാണ്. എക്സ്പീരിയൻസ് കൂടി പറയാം. എങ്ങനെ? ഞാൻ കേട്ടില്ല. ആസ് എ കോ ഡാൻസർ എങ്ങനെയാ തോന്നുന്നത് ചേച്ചി? എങ്ങനെയാണ് ആസ് എ സ്റ്റുഡന്റ് പ്ലസ് കോ ഡാൻസർ എങ്ങനെയാണ് ചേച്ചി? ഞാൻ ആദ്യം സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നത്, അതിന് ശേഷമാണ് ഞങ്ങൾ റീലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻലി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇൻസ്റ്റയില് അങ്ങനെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നില്ല. ഞാൻ ടീച്ചറോട് തന്നെയാണ് ഫസ്റ്റ് റീൽ എടുത്തതും അപ്ലോഡ് തുടങ്ങിയതും റീച്ച് കിട്ടിയതും ടീച്ചറോട് പെർഫോം ചെയ്ത ശേഷം തന്നെയാണ്. കുറച്ചു പേരെങ്കിലും അറിയാൻ തുടങ്ങി ടീച്ചറോട് കളിച്ചിട്ട് തന്നെയാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ആയോ? കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ് ഉണ്ട്. തീർച്ചയായും.
ഓക്കെ, ഒന്ന് സംസാരിക്കുന്നു. പ്രണേഷ് വളരെയധികം സന്തോഷം വിളിച്ചതല്ലേ, കാരണം ആള് നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്, നല്ലൊരു കോ ഡാൻസർ ആണ്. കാരണം ഞാൻ അങ്ങനെ ആരുടെയും കൂടെ അങ്ങനെ കൂടെ ഡാൻസ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് പറ്റിയൊരു നല്ലൊരു സ്റ്റുഡൻറ്റിനെ കിട്ടിയപ്പോഴാണ്, കാരണം എൻ്റെ കൂടെയൊക്കെ എനിക്ക് വിശ്വസിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്ന സ്റ്റുഡൻറ്റിനെ കിട്ടിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു റീലൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഇന്ദുപുഷ്പം, അതെ, അങ്ങനെ കുറേ സോങ്സുകൾ നന്നായിട്ട് കയറിപ്പോയിട്ടുള്ള സോങ്സുകളുണ്ട് റീൽസ് ചെയ്തപ്പോൾ. അപ്പോ പ്രണേഷ്, ഹലോ, ഒരുപാട് സന്തോഷം വിളിച്ചല്ലേ. താങ്ക് യു. അപ്പൊ ഇനിയും ഒരുപാട് റീൽ ചെയ്യാം. ഹലോ, കൊളുകൾ ആള് പോയി കട്ട് ചെയ്തു. ഒരാദ്യം എന്താ ചോദിക്കാമെന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും വീണ്ടും എന്റെ ചോദ്യം പോയി കഴിഞ്ഞാൽ അല്ല, 2 എപ്പിസോഡിൽ ഞാൻ വന്നില്ലല്ലോ, അപ്പൊ കരുതിക്കൂട്ടി എനിക്കിട്ട് പണി തരാൻ വേണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ചോദ്യം ഇപ്പൊ ഓർമ്മ വന്നു. മാതാപിതാക്കള് ഇപ്പൊ നമ്മുടെ പാരന്റ്സ് എന്താ പറയാ നിർബന്ധിച്ച് വിടുന്ന കുട്ടികളുണ്ട് ഒരുപാട് കല പഠിക്കാനായിട്ട്, അല്ലാതെ വരുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് എന്തായാലും ക്ലാസ്സിൽ ഒരു ആസ് എ ടീച്ചർ മനസ്സിലാവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ചേച്ചിക്ക് എന്താണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? അല്ല, അത് കറക്റ്റാണ് പറയണത്. അങ്ങനെ മാതാപിതാക്കൾ പുഷ് ചെയ്തോട്ട് തന്നെ വരുന്ന കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വിട്ടതിന് ശേഷം കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. നേരെ മറിച്ച് തീരെ ഇഷ്ടമില്ലാണ്ട് പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ച് പറയും, ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയോടായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കും. കാരണം നമുക്കറിയാലോ, ക്ലാസ് നിൽക്കുമ്പോൾ ആ കുട്ടി ബോറായിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പോൾ പാരൻസിന് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചിട്ട് കുട്ടിക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നല്ല നല്ല കുട്ടികൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ നമുക്കും ഇൻട്രസ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റോട് കൂടി ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചു വരുന്ന ഒരു കുട്ടികളുടെ ക്ലാസ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ഒരു ടീച്ചറെ സംബന്ധിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഓഫ്കോഴ്സ് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് കാണുമ്പോഴാണ് ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസ് നന്നായി പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ്. തീർച്ചയായിട്ടും കൊറോണ വന്നതിന് ശേഷം തോന്നുന്നു എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പൊ ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാം ഓൺലൈനായിട്ട് മാറി. ഇപ്പം ശരിക്കും അത് എഫക്റ്റീവ് ആണോ? അല്ല, അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചവർക്ക്, അതായത് കുറച്ച് ബേസ് ഉള്ളവർക്ക് എഫക്റ്റീവാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കുച്ചിപ്പുടി ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ടീച്ചർ ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്ക് പഠിച്ചതുകൊണ്ട് ടീച്ചറുടെ അടുത്ത് അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ബേസുള്ള ആൾക്കാർക്ക് പറ്റും. അല്ലാണ്ട് തുടക്കക്കാരൊരു ഒരു കുട്ടീനെ ഒന്നും കൊണ്ടുവന്നിട്ട് നമ്മൾ ഓൺലൈനിൽ ക്ലാസിക്കൽ തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം നമ്മളിപ്പോൾ നേരിട്ട് തന്നെ ഒരു കുട്ടിയുടെ കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ അതൊന്നും ഒരു സുഖകരമായിട്ടുള്ളൊരു മെത്തേഡല്ല. പഠിച്ചവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പ്രണേഷ് വിളിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, മെയിൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ അടുത്ത് വന്നൊരു വിവാദം ഉണ്ടായിരുന്നു, അറിയാം. സത്യഭാമ ടീച്ചറുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, ഒരു RLB രാമകൃഷ്ണനെതിരെ ഉന്നയിച്ച ഒരു പ്രശ്നം. മാം പേരൊന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഇപ്പൊ ഒരു വിഷമകരമായ അവസ്ഥ തന്നെ എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഈ രാഷ്ട്രീയവും കാര്യങ്ങളും ഈ ജാതി മത വ്യത്യാസങ്ങളൊന്നും കലയിൽ കലർന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ഒരുപാട് വളർന്നു തുടങ്ങുന്നു. ഇവിടെ ഒരു കറുപ്പിന്റെയും വെളുപ്പിന്റെയും രാഷ്ട്രീയം വന്നു. അതിനെ കുറിച്ചിട്ട് എന്താ പറയുള്ളത്? ആക്ച്വലി ആ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സത്യഭാമ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറല്ല ആക്ച്വലി ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് ഇത് ആ ഒരു വൈറൽ കണ്ടന്റായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പറഞ്ഞ രീതിക്ക് അനുസരിച്ച് രീതി കുറച്ച് മോശമായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് എല്ലാവരും ഇപ്പോൾ ഒരു കറുത്ത കുട്ടി, വെളുത്ത കുട്ടി, അല്ലെങ്കിൽ തടിയുള്ള ഒരു കുട്ടി, തടിയില്ല മെലിഞ്ഞു, എന്താ ഇങ്ങനെ കരിവാളിച്ചിരിക്കണേ, ഭയങ്കര തടിച്ചിരിക്കണേ, ഇതൊക്കെ ചോദിക്കുന്നതൊക്കെ എനിക്കാണോ റെഗുലറായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ചെറുപ്പം മുതൽ. അപ്പോൾ ഇത് ഫേസ് ചെയ്ത് ഇപ്പോൾ അവർ പറയുന്നവർക്കൊരു സന്തോഷം, കേൾക്കുന്നവർക്കൊരു ഹേർട്ട്, അത്രേ ഉള്ളൂ ഇത് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യം തുടർന്ന് ഇപ്പോൾ ഇതൊരു വൈറൽ കണ്ടന്റ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് കുറച്ച് മിണ്ടാതിരിക്കുന്നുണ്ട്. അതായത് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ എനിക്ക് ആസ് എ ടീച്ചർ എന്നുള്ള ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു 8 കുട്ടികൾ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചതിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും, ഭംഗിയുള്ള കുട്ടികളുണ്ടായിരിക്കാം, ഭംഗിയില്ലാത്ത, ഞാനങ്ങനെ എനിക്കൊരു കാറ്റഗറൈസ് ചെയ്യാൻ പോലും താല്പര്യമില്ല. ഓക്കെ, പക്ഷേ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 8 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണോ നല്ല കഴിവുള്ള കുട്ടികൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് വരിക, അത് വെച്ചാൽ ഈ 8 കുട്ടികളെ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരുപോലെ ആയിരിക്കും, പക്ഷെ അതിൽ കുട്ടികൾ ക്യാച്ച് ചെയ്യുന്ന രീതിയും പഠിക്കുന്ന രീതിയും അനുസരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നല്ലൊരു കുട്ടീനെ പ്ലക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ നല്ല റോളുകളും പഠിപ്പിക്കാനും നമ്മൾ കൊടുക്കുകയായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് ഭംഗിയുടെ പേരിലോ അല്ലെങ്കിൽ തടി കൂടുതലുള്ള പേരിലോ ഞാൻ ഇതുവരെ ഒരു 15 വർഷത്തെ എൻ്റെ
കരിയറിൽ ഞാൻ ഒരു കുട്ടീനെ പോലും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ആസ് എ ടീച്ചർ ഒരിക്കലും ഒരു കുട്ടീനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഹേർട്ട് ചെയ്യരുത്. അതൊരു മോശം പ്രസ്താവന തന്നെയാണ്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ ഇത് ജഡ്ജ് ചെയ്യാത്ത ഒരാൾ പോലും ഇല്ല എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. പറഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കുകയാണ്, കലോത്സവ വേദിയിലും പറയാറില്ലേ അതിലൊരു കോളം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ, അത് ആഹാരി ഭംഗി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും അവരങ്ങനെ നോക്കുന്നത് എന്താണത്? ഇപ്പോൾ എനിക്കിപ്പോൾ എല്ലാവരുടെ കാര്യം അറിയില്ല. ഇപ്പം ഞാനൊരു ജഡ്ജായിട്ട് കുറേ ജഡ്ജ് ചെയ്യാൻ പോയിട്ടുള്ള ക്ലാസിക്കലിൽ എനിക്കത് ലാസ്റ്റാണ് ഈ ആഹാര ഭംഗി എന്ന് പറയുന്നൊരു സംഭവം. കാരണം കുട്ടിയുടെ പെർഫോമൻസ് ആ ഒരു കഴിവ് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. അല്ല എൻ്റെ ഭംഗിയുടെ പേരിലോ കുറേ ഒരുങ്ങി വന്നതിൻ്റെ പേരിലോ മാത്രം ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. കഴിവൊക്കെ വെച്ച് അവസാനം നമ്മൾ ആ കോളത്തിൽ മാർക്കിടും. അല്ല അത് ഉണ്ടാവും ഓഫ് കോഴ്സ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സൗന്ദര്യ മത്സരമാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതൊരു ഡാൻസ് പെർഫോമൻസ് ആയി വരുമ്പോൾ ഡാൻസ് ആയിട്ട് അധിഷ്ഠിതമായിരിക്കണല്ലോ. അല്ല അത് നമ്മളിപ്പോ പണ്ടേ മുതൽ തന്നെ അതിന്റെ ഡ്രസ്സിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാനിതിൽ ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് കുട്ടികൾ നന്നായിട്ട് നമ്മുടെ വൃത്തിയായിട്ട് ഒരുങ്ങി സ്റ്റേജിൽ കയറി ഒരു ഭംഗിയിൽ കളിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിനെ എത്രത്തോളം ഭംഗിയാക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടും കൂടിയാണ് അല്ലേ. അപ്പൊ അത് നമ്മളിപ്പോ പാരന്റ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ കുട്ടീനെ എനിക്ക് എത്ര കപ്പാസിറ്റിയിൽ ഇറക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഭംഗിയായിട്ട് നിൽക്കുക. അപ്പോൾ എന്ത് ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നല്ലേ ആഗ്രഹിക്കുക. ആ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പക്ഷെ അതിന് എത്രത്തോളം വാല്യൂല് പോകണം എന്നുള്ളത് അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതല്ല മാർക്കിന്റെ അടിസ്ഥാനം. മാർക്കിന്റെ അടിസ്ഥാനം കുട്ടിയുടെ കഴിവ്. അല്ല അപ്പൊ ഈ കോളത്തിലുള്ള മാർക്കിന്റെ അടിസ്ഥാനം എന്താ? മാർക്കിന്റെ അടിസ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓവറോൾ നമ്മൾ നോക്കും. അതായത് ഇപ്പോൾ കുറേ കുട്ടികൾ മത്സരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോളം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഭംഗിയെ കുറിച്ചിട്ടല്ല ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ആ ഒരു ചില കുട്ടികൾ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി വളരെ ഇപ്പോൾ ക്ലാസിക്കൽ വർണ്ണം കളിക്കാൻ വേണ്ടി വന്ന് നിന്നിട്ട് വളരെ വൃത്തികേടായിട്ട് ഈ ക്ലാസിക്കൽ ഡ്രസ്സ് ഇട്ട് വരുന്ന കുട്ടികളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മുടിയൊക്കെ പകുതി അഴിഞ്ഞു പോയിട്ടും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയിട്ട് ഇതൊക്കെ മാർക്ക് പോകുന്ന സംഭവം. ഇങ്ങനെയല്ല, ഒരാളെ പ്രസന്റ് ചെയ്യുമ്പോൾ വൃത്തിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് ആർട്ട് ഫോം ആയാലും നമ്മൾ നീറ്റായിരിക്കുക, അതാണ് അതിന്റെ മെയിൻ കാര്യം. അല്ലാണ്ട് അതിന്റെ അപ്പുറം വിട്ടിട്ട് ആരാണ് മേക്കപ്പ് ചെയ്യുന്നത്, ആരാണ് അങ്ങനെയില്ല. കലോത്സവത്തിലെ ജഡ്ജസ് ഒന്നും ഒരാൾ മേക്കപ്പ് എന്നൊന്നും ചോദിക്കില്ല. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കണേ, ഇപ്പൊ കലാക്ഷേത്ര സ്റ്റൈലില് വളരെ നാച്ചുറൽ ആയിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടല്ലേ കയറുന്നത് അല്ലേ. അത് ഓരോ വർഷം ചെല്ലുന്തോറും ഞാൻ പറയാം പണ്ടത്തെ ഇതിൽ നിന്ന് കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാച്ചുറലായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് കലാക്ഷേത്ര സ്റ്റൈലിൽ കയറുന്ന ഒരു കുട്ടി വർണ്ണം കളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നന്നായി കളിച്ചാൽ ആ കുട്ടിക്ക് സമ്മാനം കിട്ടും ഉറപ്പായിട്ടും. നന്നായി ചെയ്തല്ല ഞാൻ പറഞ്ഞില്ല, ഇതിൽ കഴിവിനാണ് അടിസ്ഥാനം, മറ്റുള്ളതൊക്കെ സെക്കൻഡറിയാണ്. കഴിവാണ് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ കോമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ളവര് പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞേ, ഇത് നമ്മുടെ സമൂഹത്തില് എല്ലാവരും ജഡ്ജ് ചെയ്യാറുണ്ട്. കളറിനെ കുറിച്ചും തടീനെ കുറിച്ചും ഈ ബോഡി ഷേമിംഗ് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ വേർഡ് ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ എല്ലാവരും ഇത് ജഡ്ജ് ചെയ്യണതാണ്. നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്യുന്നതാണ്. ഞാൻ ജഡ്ജ് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത്. ഇതൊരു ഇങ്ങനെ ഒരു ടോപ്പിക് ആയിട്ട് ഇങ്ങനെ കുറച്ച് രീതി പറഞ്ഞത് മോശമായപ്പോൾ അതൊരു വളരെ വൈറൽ കണ്ടന്റ് ആയി നമ്മുടെ എല്ലാവർക്കും. അല്ല ഞാൻ പറയുന്നത് ദൈവം സഹായിച്ച് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ നല്ല ആരോഗ്യവും ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഈ കുറെ സൗന്ദര്യം ഇതൊക്കെ നമുക്ക് ഒരു നിമിഷം മതി പോവാൻ വേണ്ടിട്ടല്ലേ. പിന്നെ അവര് പറഞ്ഞ കറുത്ത ആണുങ്ങൾക്ക് കളിച്ചു തീരെ പറ്റാത്തൊരു പരിപാടിയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. മോഹിനിയാട്ടം ആണുങ്ങൾക്ക് കളിക്കാൻ പറ്റില്ലേ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കൊരു സബ്ജക്ട് പഠിക്കണം എന്നുള്ളത് അത് ആണായാലും പെണ്ണായാലും അത് അവരവരുടെ ഇഷ്ടമല്ലേ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരു ആൺകുട്ടി ഡാൻസ് പഠിക്കുന്ന ആൺകുട്ടി അവർക്ക് എപ്പോഴും ഒരു ഫെമിൻ ഒരു സംഭവം വരും. ഇല്ല അങ്ങനെ ഇല്ല. ഇപ്പൊ വിനീതനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്റെ കൂടെ കളിക്കുന്ന പ്രണേഷ് എന്ന് പറഞ്ഞ കുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ കുട്ടി ക്ലാസിക്കൽ ഫ്രീലാൻസ് ഒക്കെ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. വൈ എന്തുകൊണ്ടില്ല? അത് നമ്മുടെ മനസ്സിന്റെ കൺട്രോളാണ്. അത് ചിലവർക്ക് ഇഷ്ടമായിരിക്കും അത്തരത്തിലുള്ള ഒരു ഇപ്പൊ ചിലവര് ഇപ്പൊ പറയില്ലേ നമ്മള് അങ്ങനെ കൂടുതലായിട്ട് ഡാൻസിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എന്തെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്ത്രീ മൈൻഡ് ഉള്ളവരാണെങ്കിലാണ് ഇത് കൂടുതലായിട്ട് വരിക. അല്ലാതെ കളിക്കുന്ന എത്രയോ ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം. എനിക്ക് പേഴ്സണലി മെയിലായിട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞതല്ലാട്ടാ, ചിലവരെയൊക്കെ കാണുമ്പോൾ ഡാൻസ് പഠിക്കുന്ന ആൺകുട്ടി. എനിക്ക് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ദേവദാസ് എന്ന് പറഞ്ഞിട്ട്, അവൻ 10ാം ക്ലാസ് വരെ ഡാൻസ് പഠിച്ചിരുന്ന വ്യക്തിയാണ്. ആ സമയത്ത് അവനൊരു ഫിലിം പറ്റുന്നത് ഡാൻസ് നിർത്തി
ഇപ്പൊ വലിയ റൈറ്ററാണ്, സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ഇല്ല, അത് ഡിപ്പെൻസ് ഓരോരുടെ മെന്റാലിറ്റി അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പൊ അത് പഠിച്ചത് കൊണ്ട് അങ്ങനെ ആവുന്നുള്ളത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഇല്ല, എൻ്റെ അടുത്ത് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ബോയ്സ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ എടുത്തു പറയാൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതില്ലാത്ത ഒരു സ്ത്രൈണത ഇല്ലാത്ത ബോയ്സ് എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്കത് പറയാലോ ധൈര്യമായിട്ട്. അതുകൊണ്ടല്ല എന്നുള്ളത്. ചേച്ചി നൃത്തം പഠിക്കുമ്പോൾ പണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതായത് നമുക്കൊരു യൂത്ത് ഫെസ്റ്റിവൽ കോമ്പറ്റീഷനൊക്കെ പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം കോസ്റ്റ്യൂംസും പിന്നെ ഓരോ ഐറ്റംസ് നമ്മൾ പഠിക്കുന്നതും പക്കവാദ്യവും, പണ്ടൊക്കെ പക്കവാദ്യം നിർബന്ധമാണ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ചേച്ചി വന്നത് കലോത്സവത്തിൽ കൂടി. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രം, അപ്പോൾ മറ്റു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ ആ സമയത്ത്? പിന്നെ കുറേ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൂടെ തന്നെയാണ് പണ്ട് കോമ്പറ്റീഷൻസിനൊക്കെ പോയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CD ആക്കിയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഐറ്റത്തിനും ഭരതനാട്യം, മോഹിനിയാട്ടം, ഇനി ഏത് ഐറ്റം എടുത്താലും എല്ലാത്തിനും നമ്മൾ പക്കമേളം എന്ന് പറയുന്നത് അവിടെ കണ്ടു കഴിഞ്ഞൊരു മാർക്ക് എക്സ്ട്രാ വരും എന്ന് പറയുന്നത് കൂടുതൽ കാണുമ്പോൾ ആസ് എ ജഡ്ജ്, ആസ് എ ടീച്ചർ CD വെച്ച് ചെയ്യുന്നതാണോ അതോ പക്കമേളത്തിന്റെ ഒരു ഇതിലാണോ കൂടുതൽ? ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ CD എന്ന് പറയുമെങ്കിലും പക്കമേളം തന്നെയാണ് ഇഷ്ടം. അതെ അതെ, എനിക്ക് പക്കമേളാണ് ഇഷ്ടം. അതെ. അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ, ഒരു പെർഫോമറാണ്, ടീച്ചറാണ്, ഡാൻസറാണ്. കഴിഞ്ഞ ആഴ്ച മലയാള സിനിമയിൽ ഒരു എർത്ത് കേക്ക് ഉണ്ടായി. ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന് ആഞ്ഞടിച്ചു. ഒരു ഡാൻസർ എന്നുള്ള നിലയിലോ പെർഫോമർ എന്നുള്ള നിലയിലോ ടീച്ചർ എന്നുള്ള നിലയിലോ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ ലൈഫ്? അതായത് ഈ ഒരു ഹേമ കമ്മീഷൻ ഇപ്പോൾ സിനിമയിൽ വന്നു എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. അല്ലാണ്ട് ഇതിപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്, എനിക്കറിയാം. എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ അതിലത്തെ എല്ലാ വിശേഷങ്ങളും അറിയാനും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ്. അതാണ് ഒരു ഭാഗം. ഓക്കെ, ഇനി ഇതിൽ രണ്ട് സൈഡ് എടുത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പാഷനായിട്ട്, അതായത് സിനിമാ മോഹം, അഭിനയം എന്നൊക്കെ പറഞ്ഞ് പാഷനായിട്ടൊക്കെ കുറേ പേര് നടക്കുന്നുണ്ട് അല്ലേ. ഒപ്പം തന്നെ ഫേമസ് ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അടുത്തൊരു കാറ്റഗറി സിനിമയിലേക്ക് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ പാഷൻ്റെ പുറത്ത് നമ്മൾ പോയിട്ട് നമ്മൾ സ്വയം കോംപ്രമൈസിന് തയ്യാറായിട്ട് പിന്നീട് ഞാൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്നതിൽ ആ നടപടിയോട് എനിക്ക് ഇച്ചിരി വിരോധമുണ്ട് കുറേ കാലങ്ങളായിട്ട്. പക്ഷെ അതല്ലാണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം, ന്യൂസ് ചാനൽസിലൊക്കെ കാണാറുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ പരാതി കൊടുത്തിരുന്നു, പോലീസിൽ കേസായിട്ട് പോയിരുന്നു, നീതി ലഭിച്ചില്ല എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എവിടെയാണ്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ അല്ലേ. നമ്മളിപ്പോൾ ദുബായിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളോളായി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്രയോ സംസ്കാരങ്ങൾ, പല രാജ്യങ്ങളിലുള്ള ജനങ്ങളാണ് ഇവിടെ വന്നിട്ട് നിൽക്കുന്നത് അല്ലേ. ഇവിടുത്തെ ഈ നിയമം അനുസരിച്ച് എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ സാംസ്കാരികമായിട്ട് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ ദുബായിലെ പോലെ ഒരു ഫിലിപ്പിനോ ആഫ്രിക്കയോ അല്ലെങ്കിൽ ഇന്ത്യയോ അങ്ങനെയുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംസ്കാരം പോലും അല്ല. ദെൻ എന്തുകൊണ്ട് ഒരു നല്ല നിയമം നമ്മുടെ നാട്ടിലില്ല? അങ്ങനെ ഒരു നല്ല നിയമം ഉണ്ടെങ്കിൽ 2 തവണ ആലോചിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 2 തവണ ചിന്തിക്കും, ഞാൻ ചെയ്യണത് ശരിയാണോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് ഇറങ്ങി പോരാൻ സാധിക്കില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ ഏത് മേഖലയാണെങ്കിലും നോ എന്നൊരു വേർഡ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പഠിക്കും. കാരണം ഈ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. ഒരു നോക്കി അതോട് കൂടിയിട്ട് ആ പറയുന്ന നേരത്തുള്ള ബുദ്ധിമുട്ടും കേൾക്കുന്ന ആൾക്കുള്ളൊരു ബുദ്ധിമുട്ടുള്ള ആ നേരത്ത് പിന്നെ വളരെ പീസ് ഓഫ് മൈൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് വേണം? പിന്നെ ഈ പാഷനും നമ്മുടെ അഭിമാനവും രണ്ടും കൂടെ ഒന്ന് വിലയിരുത്തുക. അതായത് എനിക്ക് ഈ സംഭവം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അത് മാനത്തിനാണോ പാഷനാണോ ഇവിടെ കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. കുട്ടികൾക്ക് എവിടെ നിന്ന് വേണമെന്ന് ചേച്ചി വിചാരിക്കുന്നത്? അതായത് ചില കുട്ടികൾക്ക് ചിലപ്പോൾ പല കുട്ടികളുണ്ടല്ലോ, പല ടൈപ്പ് കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് വേണമെന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് നോ പറയാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അല്ല, നമ്മളത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. ചെറുപ്പം മുതലേ തന്നെ നമ്മൾ നോ എന്നുള്ളൊരു വേർഡ് പറയാൻ പഠിപ്പിക്കണം. കാരണം എനിക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ പഠിപ്പിക്കണം. അത് സ്കൂളുകളിലും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് വേണം. നമ്മൾ വീട്ടിൽ നിന്നേ ചെയ്യണം. അതായത് നമ്മൾ പാരൻസ് വീട്ടിൽ നിന്ന് തന്നെ അതിനുള്ളൊരു ഫ്രീഡം കുട്ടികൾക്ക്, എന്തെങ്കിലും എനിക്ക് പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ ട്രെയിൻ ചെയ്യിക്കണം. ചേച്ചി ഒരുപാട് കുറേ വർത്തമാനങ്ങൾ സമയം
ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഫോർമാറ്റിലുള്ള പരിപാടിയല്ല. അപ്പൊ ഒരു പെർഫോമൻസോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ കഴിയട്ടെ. നമ്മളെ കൂടി വിളിക്കുക. ഇനിയും ടോക്ക് ഓഫ് ദ ടൗണിലേക്ക് വരുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. സമയം പോലും അറിഞ്ഞേയില്ല. വരുമ്പോ കൈ നിറയെ സമൂസ ഇട്ടു. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഭരണ ഭവഭയദാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഭരണ ഭവഭയദാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഭരണ ഭവഭയദാരുണം. തവ കഞ്ചലോചന കഞ്ചമുഖ പദ കഞ്ചാരുണം. തവ കഞ്ചലോചന കഞ്ചമുഖ പദ കഞ്ചതല കഞ്ചാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഭരണ ഭവഭയദാരുണം. ശ്രീരാം 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 ശ്രീരാം. ദിൽന ടീച്ചർക്ക് ഒരുപാട് നന്ദി. എല്ലാ ഭാവുകളും ആശംസകളും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് വികാസ് കാർത്തിക്. ആമി. Bye from Radhika.